ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്തു വരുന്നത്. എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻസ് 19 to 23 ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ് നമ്പർ 19 ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ക്വസ്റ്റ് നമ്പർ 19, ഇൻ്റഗ്രൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 2x പ്ലസ് 1 dx ആണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ആദ്യം ദിസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഈ ന്യൂമറേറ്ററിൽ നമ്മൾ ഇ റൈസ് ടു എക്സിനെ നമ്മൾ കോമൺ ഫാക്ടറാക്കി എടുക്കുന്നു. ഇ റൈസ് ടു എക്സ് ഇൻറ്റു വീണ്ടും ഇ റൈസ് ടു എക്സ്, കാരണം ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു എക്സ് ആണ് നമുക്കറിയാം, മൈനസ് ഇവിടെ 1 ഉള്ളൂ. 1ൽ നിന്ന് ഇ റൈസ് ടു എക്സ് നമ്മൾ പുറത്തേക്ക് എഴുതിയാൽ ബാക്കി ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് എന്നാണ് ഉണ്ടാവുക. സംശയമുള്ള ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി നോക്കുക. ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് എക്സ് ഇതാണ് 2x. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് 1 ആണ്, കാരണം ഇ റൈസ് 0 എന്നാണ് വരിക, dx ഡിവൈഡ് ബൈ, സിമിലർലി നമ്മൾ താഴെ ഇ റൈസ് ടു എക്സിനെ കോമൺ ഫാക്ടർ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ ഇ റൈസ് ടു എക്സ് ബാക്കി ഉണ്ടാവും, പ്ലസ് 1ൽ നിന്ന് ഇ റൈസ് ടു എക്സ് പോന്നാൽ ബാക്കി ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇ റൈസ് ടു എക്സ് ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ളത് എഴുതുന്നു. ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് ലഭിക്കുന്നു. ഇനി താഴെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ കറക്റ്റായിട്ട് നമുക്കറിയാം ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇ റൈസ് ടു നെഗറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു നെഗറ്റീവ് എക്സ് ഇൻറ്റു -1 എന്നാണ്. ചുരുക്കത്തിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിലുള്ളത്, ന്യൂമറേറ്റർ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് റിസൾട്ട് അവൈലബിൾ ആണ്. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗരിതം ഓഫ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് എന്നാണ്. ഡയറക്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ആൻസർ ഡയറക്റ്റ് ഡിനോമിനേറ്റർ ആണ്, ലോഗ് മോഡ് ഡിനോമിനേറ്റർ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് പ്ലസ് സി. ഓക്കെ, ഈ മോഡൽ വരികയാണെങ്കിൽ, അതായത് ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്റർ എങ്കിൽ ഡയറക്റ്റായിട്ട് ലോഗരിതം ഓഫ് മോഡ് ഡിനോമിനേറ്റർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് വരുമ്പോൾ ഇതാണ് ചോദ്യം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു 2x മൈനസ് ഇ റൈസ് ടു മൈനസ് 2x എന്നുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മൾ താഴത്തെ ഡിനോമിനേറ്ററിന് ടി എന്ന് കൊടുത്ത് നോക്കാം. നമുക്ക് ഇ റൈസ് ടു 2x പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x നമ്മൾ ടി കൊടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു 2 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x ഇൻറ്റു നെഗറ്റീവ് 2 എന്നുണ്ടാവുക, ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. നമുക്ക് ആവശ്യമുള്ളത് ഇ റൈസ് ടു 2x മൈനസ് ഇ റൈസ് ടു മൈനസ് 2x. ഞാൻ ഈ 2a ഇവിടെ പുറത്തേക്ക് എടുക്കുന്നു, 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ്, ഈ മൈനസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന മൈനസ്, ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. അപ്പം ബ്രാക്കറ്റ് ഡി എക്സിന് പകരം നമുക്ക് ഹാഫ് ഡി ടി എന്ന് എഴുതാം. സോ ദിസ് ഇൻ്റഗ്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ന്യൂമറേറ്ററിന് പകരം നമുക്ക് ഹാഫ് ഡി ടി എന്ന് എഴുതാം, ഹാഫ് ഡി ടി ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം അല്ലേ. So the answer is half into log mod t plus c ആണ് ആൻസർ. That is equal to half into logarithm of t. It is e raised to 2x plus e raised to minus 2x plus c. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്, ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് 2x dx ആണ് ക്വസ്റ്റ്യനിൽ കാണുന്നത്. അതിന് പകരം ഡി ടി ബൈ 2 എന്ന് എഴുതാം. ഇതാ ഡി ടി ബൈ 2 നിങ്ങൾക്ക് ഇവിടെ കാണാം, അല്ലെങ്കിൽ ഹാഫ് ഡി ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ടാൻ സ്ക്വയർ 2x മൈനസ് 3 ആണ്. ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ 2x മൈനസ് 3 dx ആണ് ചോദ്യം. ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി റിട്ടൺ ആസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചൊരു ഐഡൻറ്റിറ്റിയാണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് ടാൻ സ്ക്വയർ ആണ്. ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2x മൈനസ് 3 ആണ്, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ് എന്ന് എഴുതുന്നു. ചോദ്യം മാറ്റി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഓരോ ടേമിൻ്റെയും ഇൻ്റഗ്രേഷൻ എഴുതാൻ ശ്രമിക്കുന്നു. ഓരോന്നിൻ്റെയും എന്ന് പറയുമ്പോൾ ആദ്യം സീക്ക് സ്ക്വയർ എക്സിൻ്റെത്, പിന്നെ -1ൻ്റെത്. സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം ടാൻ എക്സ് ആണ്. സോ ടാൻ ഓഫ്
2x-3 എഴുതുന്നു. tan ഓഫ് 2x-3 എന്ന് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് 2 ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -1ൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ x ആണ്, 1ൻ്റെ ഇൻ്റഗ്രൽ x ആണ്, പ്ലസ് c. ഇതോടുകൂടി ആൻസർ ഫിനിഷായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ sec സ്ക്വയർ 7 - 4x dx ആണ് ചോദ്യം. sec സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ tan x ആണ്. സോ ദ ആൻസർ ഈസ് tan 7 - 4x ആണ്. പക്ഷേ ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം -4 ആണ്, പ്ലസ് സി എന്നാണ് ഇതിൻ്റെ ആൻസർ. ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് 23 ആണ്. 23ലേക്ക് വരുമ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സൈൻ ഇൻവേഴ്സ് എക്സിന് ടി കൊടുക്കുന്നു. പുട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസിക്കൽ ടു ടി. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/√1 - x സ്ക്വയർ ഡി എക്സ് ഇസിക്കൽ ടു ഡി ടി. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ്, 1/√1 - x സ്ക്വയർ ആണ്. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ബിക്കംസ് ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ √1 - x സ്ക്വയർ ഡി എക്സിനെ നമ്മൾ ടിയിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം നമ്മൾ ടി എന്ന് എഴുതി. 1/√1 - x സ്ക്വയർ ഡി എക്സ് കണ്ടോ, 1/√1 - x സ്ക്വയർ ഡി എക്സിനെ ഒറ്റയടിക്ക് ഡി ടി എന്ന് എഴുതുന്നു. സോ ടി ഡി ടി, ടിയുടെ ഇൻ്റഗ്രൽ നമുക്കറിയാം t²/2 plus c. At last replace this t with original value sin inverse x. So sin inverse x the whole square divided by 2. Sin inverse x the whole square by 2 plus c is the final ആൻസർ. ഓക്കെ, നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് ആണ്. sec സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ tan x ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കുക, tan സ്ക്വയർ എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ റിസൾട്ട് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യണം, സീക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ ക്വസ്റ്റ്യനിൽ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിനാണ് ടി കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് ആണ്. ഈ ക്വസ്റ്റ്യനും ഡിനോമിനേറ്ററിന് ടി കൊടുത്താൽ ആൻസർ കിട്ടും കേട്ടോ. ഡിനോമിനേറ്ററിൽ നമ്മൾ ടി കൊടുത്താലും നമുക്ക് ആൻസർ ലഭിക്കും. പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ റിസൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. മാക്സിമം നമ്മൾ റിസൾട്ടുകൾ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഓരോ പ്രോബ്ലവും ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ പേപ്പർ എടുത്ത് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ പബ്ലിക് പരീക്ഷയ്ക്ക് നമുക്ക് പെട്ടെന്ന് ആൻസർ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ, ആൻഡ് ജയ് ഹിന്ദ്.